ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി ആഗതമാവുകയാണ്. മനുഷ്യനെ ദൈവമാക്കുവാൻ ദൈവം മനുഷ്യനായി എന്ന് പരിശുദ്ധനായ അത്താനാസ്യോസ് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും ദൈവ മനുഷ്യരായി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആയിത്തീർന്നുകൊണ്ട് ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ദൈവം നമ്മെ ഫലമേൽപ്പിക്കുന്നത്. ഈ ക്രിസ്മസ് നമുക്ക് പല സന്ദേശങ്ങളും നൽകുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം അവനെ നൽകുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്മസ് എന്ന് പറയുന്നത് ചില കൊടുക്കലിൻ്റെ സന്ദേശമാണ്. പിതാവാം ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിന് സമ്മാനമായി നൽകി. പുത്രൻ തമ്പുരാൻ തന്നെ ലോകത്തിന് സമ്മാനമായി നൽകുകയാണ്. ക്രിസ്മസ് കാലങ്ങളെ ധന്യമാക്കുന്ന ഏറ്റവും വലിയ ചിന്ത അതുതന്നെയാണ്. നാം അപരന് നമ്മെ തന്നെ സമ്മാനമായി കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നാം പ്രതിഫലേച്ഛയില്ലാതെ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ, അവനെ സഹായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്മസ് നമ്മിൽ പൂവണിയുകയാണ്, അല്ലെ ക്രിസ്മസ് നമ്മിൽ ധന്യമാവുകയാണ്. ക്രിസ്മസ് രാവുകളെ ധന്യമാക്കുന്ന സാന്റാക്ലോസിൻ്റെ കഥകൾ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും രാത്രിയിൽ ഉറങ്ങുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് സമ്മാനപ്പൊതികളുമായി അവരറിയാതെ എത്തുന്ന സാന്റാക്ലോസ്. അവർ ഏറ്റവും ആഗ്രഹിച്ച എന്താണോ അത് സമ്മാനമായി അവരുടെ കിടക്കക്കരികിൽ സാന്റാക്ലോസ് വെച്ചിട്ട് പോകുന്നു. കുഞ്ഞുങ്ങൾ അറിയുന്നില്ല ഇതാരാണ് തങ്ങൾക്കിത് നൽകിയതെന്ന്. ഇതുപോലെയാണ് ഓരോ ക്രിസ്മസും. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നാം ആരാണ് എന്ന് അവരെ അറിയിക്കാതെ തന്നെ അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഈ ക്രിസ്മസ് നല്ലൊരു സമ്മാനം കൊടുക്കുന്ന ദൈവം എങ്ങനെയുള്ള സമ്മാനമാണോ നമുക്ക് നൽകിയത്, പുത്രൻ തമ്പുരാൻ എങ്ങനെയുള്ള സമ്മാനമാണോ ലോകത്തിന് നൽകിയത്, തന്നെ സമ്മാനമായി നൽകുന്ന, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് അരുളി ചെയ്ത് അത് പ്രാവർത്തികമാക്കിയ ആ പുത്രൻ്റെ ജനനം മറ്റുള്ളവർക്ക് സഹായകരമായി നമ്മെ തന്നെ ആക്കി തീർക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. ഈ ക്രിസ്മസ് നമ്മിൽ ധന്യമാവട്ടെ. ഈ ഒരു കാലഘട്ടം കൂടുതൽ കൊടുക്കുന്നതിലൂടെ സന്തോഷിക്കാൻ തക്കവണ്ണം നമുക്ക് നൽകുന്ന ഒരു അനുഭവമാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു.